ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രജ ചൂടായും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മേ വേണ്ടായിരുന്നു, അമ്മ ചെയ്ത് വലിയൊരു തെറ്റ് തന്നെ. അത് അമ്മ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയണം. കാരണം എൻ്റെ അനിയൻ എന്ന് പറയുന്നവൻ വെല്ലുവിളികൾ സ്വീകരിച്ച് അതുപോലെ നന്ദിനിയെ കൊണ്ടുവരും. നീ എന്താടി പറയുന്നത്? നന്ദിനിയെ പോലെയുള്ള ഒരു അടുക്കളക്കാരിക്ക് ഒരു ഇംഗ്ലീഷ് പറയാൻ കഴിയുന്നോ? നീ ഒന്ന് പോയേ എന്നും പറഞ്ഞ് പുച്ഛിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഇന്ദ്രജയ്ക്ക് നല്ല പേടിയുണ്ട്. ഇന്ദ്രജ പ്രതീക്ഷിച്ചത് തന്നെ നടക്കാൻ പോകുന്നു എന്ന് ഇന്ദ്രജയ്ക്ക് മനസ്സിലാവണം കേട്ടോ. ഇന്ദ്രജ പറയണം, അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നല്ല, ഏട്ടനെ അങ്ങനെ കുറച്ച് കാണേണ്ട, അത് വലിയ തിരിച്ചടി തന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത്. നീ ഒന്നും മിണ്ടാതിരുന്ന് ഈ വിഷയത്തെക്കുറിച്ച് ഇനി നീ സംസാരിക്കണ്ട, ഇത് ഇവിടെ വെച്ച് ഇപ്പോൾ നിർത്തിയേക്കെന്ന് പറയണം കേട്ടോ. ഇതേ സമയം നന്ദിനിയാണെങ്കിലോ സൂര്യ പഠിപ്പിച്ച് തുടങ്ങുകയാണ് നന്ദിനിയോട്, നിൻ്റെ സ്വന്തം പേര് എഴുതി എന്ന് പറയാണ്. അപ്പം നന്ദിനി അതിനെന്താ ഞാൻ എഴുതിത്തരാമെന്ന് പറയണേ. അങ്ങനെ ഒരു സ്ലൈറ്റും പെൻസിലൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്ദിനി തൻ്റെ പേര് എഴുതിയിട്ട് സൂര്യക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, നന്ദിനി നീ എന്താ ആളെ പൊട്ടനാക്കുകയാണോ? നിന്നോട് ഞാൻ എന്താ എഴുതാൻ പറഞ്ഞത്? ഇപ്പോൾ മലയാളമാണോ എഴുതാൻ പറഞ്ഞത്? അല്ല സൂര്യ സാർ, എൻ്റെ പേര് എഴുതാനല്ലേ പറഞ്ഞത്. നമ്മുടെ സബ്ജക്റ്റ് ഏതാ? ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിലല്ലേ തന്നോട് പേരെഴുതാൻ പറഞ്ഞത്, അല്ലാതെയും കണ്ട് ഇപ്പോൾ മലയാളത്തിൽ ഞാൻ തന്നോട് പേരെഴുതാൻ പറഞ്ഞു. അത് പിന്നെ സൂര്യ സാർ നീ സംസാരിക്കാതെ അത് മായ്ച്ചേ, ഇല്ലെങ്കിൽ വേണ്ട ഞാൻ മായ്ച്ചു തരാം എന്ന് പറഞ്ഞ് താൻ തന്നെ അത് മായ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി എന്ന് എഴുത്. അങ്ങനെ നന്ദിനി എന്ന് എഴുതാണ് കേട്ടോ. ഇത് കാണുന്നതിനോടുകൂടി സൂര്യ പറയണേ, അപ്പം നിനക്ക് നന്ദിനി എന്നൊക്കെ എഴുതാൻ നിശ്ചയുണ്ടല്ലേ? അറിയാം. എന്നാൽ നിനക്ക് ABCD ചെല്ലാൻ നിൽച്ചുണ്ടോ? ABCD ഒക്കെ അറിയോ? എനിക്ക് ABCD അറിയാം. എന്നാൽ ABCD ചെല്ലിക്ക്. ABCD എന്ന് പറഞ്ഞ് നന്ദിനി ഇങ്ങനെ ചെറിയ കുഞ്ഞുങ്ങൾ ചെല്ലുന്നത് പോലെ ചെല്ലാണ് കേട്ടോ. ഓക്കെ, നിനക്കത് Z വരെ അറിയാം. എന്നാൽ ഞാൻ നിന്നോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. I എന്ന് എഴുതിയേ. ഞാൻ I എഴുതി തരാം. അങ്ങനെ I എഴുതിയിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞ്. അപ്പം നന്ദിനിക്കത് പറയാൻ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സൂര്യ അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അടുത്തത് എഴുതിയേ U എന്ന് എഴുതിയേ. അപ്പം നന്ദിനി U എന്ന ലെറ്റർ മാത്രമാണ് എഴുതുന്നത്. അത് കാണുന്ന സൂര്യക്ക് ദേഷ്യം പിടിക്കുന്നത്. ഇനി എന്തോന്നാ ഈ കാണിക്കുന്നത്? യു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെല്ലിംഗ് എന്താ? അതിൻ്റെ സ്പെല്ലിംഗ് യു എന്ന് പറയുന്നത് YOU എന്ന് വരണ്ടേ? അത് കേട്ട ഉടനെ നന്ദിനി അകത്തിങ്ങനെ വരും. യു എന്ന് പറഞ്ഞാൽ യു എന്നല്ലേ എഴുതുക. നന്ദിനി നീ ഒരുമാതിരി ആളെ പൊട്ടം കളിപ്പിക്കുന്നത് പോലെയുള്ള കളി കളിക്കല്ല കേട്ടോ. അത് കേട്ട ഉടനെ തന്നെ എന്താ സൂര്യ സാർ യു എന്ന് എഴുതാൻ പറഞ്ഞ് ഞാൻ യു എഴുതി. അങ്ങനെയില്ല നന്ദിനി, മലയാളത്തിൽ ചില വാക്കുകൾ നീ എന്ന് വരില്ലേ, അതായത് അപ്പോൾ അതിൽ കുറച്ച് വേർഡ്സ് അല്ലേ വരുള്ളൂ. അപ്പോൾ യു എന്ന് എഴുതാൻ പറഞ്ഞാൽ അതിന് 3 വേർഡ്സ് ഉണ്ട്. അതായത് YOU അങ്ങനെ വരില്ലേ, അത് എഴുതുക എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ നന്ദിനി അത് എഴുതുകയാണ്. പിന്നീട് ചെറിയ ചെറിയ വാക്കുകൾ ഇങ്ങനെ നന്ദിനിയെ പഠിപ്പിച്ച് തുടങ്ങുകയാണ്. അങ്ങനെ നന്ദിനിയോട് പറയണേ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് എഴുതുക എന്ന് പറയട്ടോ. അപ്പം നന്ദിനി ആയിക്കോട്ടെ. അങ്ങനെ പിന്നീട് നന്ദിനിയെ രാവും പകലും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുകയാണ് സൂര്യ. പിന്നീട് സൂര്യ അടുക്കളയിലെ പണി സൂര്യ ഏറ്റെടുക്കണം. അപ്പം നന്ദിനി ചോദിക്കേണ്ടത്, എന്താ സൂര്യ സാർ ഈ കാണിക്കുന്നത്? ഇത് ഞാൻ ഒരുമാതിരി ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ ഇംഗ്ലീഷ് സംസാരിക്കണം. എൻ്റെ അമ്മയുടെ വെല്ലുവിളിക്ക് മുന്നിൽ നീ നിൽക്കണം. അതുകൊണ്ടാണ് നീ ഇംഗ്ലീഷ് സംസാരിക്കണം. നീ ഈ കറിയിലോട്ടും ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലോട്ടും നീ നോക്കണ്ട. അങ്ങനെയല്ല സാർ തക്കാളി നുറുക്കേണ്ടത്. നന്ദിനി, നീ തക്കാളിയുടെ കാര്യമല്ല, നിൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലുള്ള വാക്കുകൾ പഠിക്കാനാണ് നിന്നോട് പറഞ്ഞത്. മര്യാദക്ക് അത് പഠിക്കും. അപ്പോൾ നന്ദിനി പറയാണ്, അത് പിന്നെ ഞാനുണ്ടല്ലോ, എനിക്ക് ദേഷ്യം പിടിക്കുന്നു, നീ മര്യാദക്ക് പഠിക്കുക. അങ്ങനെ സൂര്യ അടുക്കളപ്പണി ചെയ്യുന്നു, നന്ദിനി പഠിക്കുന്നു. പിന്നീട് സൂര്യയെ കാണിക്കുന്ന ഒരു വടിയും ഒരു ബുക്കൊക്കെ ആയിട്ടാണ്. എന്നിട്ട് നന്ദിനിയോട് പറയണം, എനിക്ക് ഇഷ്ടപ്പെട്ട പേരെഴുതി ഇംഗ്ലീഷിൽ അത് എഴുത്. ഓക്കെ, ഞാൻ എഴുതാം. അങ്ങനെ നന്ദിനി എഴുതുന്ന അമ്മ എന്നായിരിക്കും കേട്ടോ. അത് ഇംഗ്ലീഷിൽ നന്ദിനി എഴുതുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയണേ, ഇത് അമ്മ എന്ന് നീ ഇംഗ്ലീഷിൽ എഴുതി, പക്ഷേ ശരിക്കും ഇംഗ്ലീഷിൽ അമ്മ എന്നതിന് വേറൊരു വാക്കാണ് പറയുക, മദർ എന്നാണ്. അതെഴുതിയ അയ്യോ മദർ എന്നോ? അതെഴുതിയേ. നീ അതിൻ്റെ ആ സൗണ്ട് ഉപയോഗിച്ച് അതൊന്ന് എഴുതി നോക്കിയേ. അങ്ങനെ നന്ദിനി പതിയെ മദർ എന്ന് എഴുതുന്നു കേട്ടോ. അത് കാണുന്ന സൂര്യക്ക് ഒരുപാട് സന്തോഷമാവാണ്. അതിനിടയ്ക്ക് നന്ദിനി ഇങ്ങനെ പുറത്തോട്ട് നോക്കുക. അയ്യോ സൂര്യ സാർ, മഴ വരുന്നുണ്ട്, തുണി പുറത്തുണ്ട്. നന്ദിനി എന്ന് പറഞ്ഞ് വടി കൊണ്ട് ഒരൊറ്റ അടിയണ്ട് അടിച്ചിട്ട്, നീ ഇതിലോട്ട് പഠിക്ക്, അവിടെ രാജു ഉണ്ട്, രാജു അത് എടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ മണിയുണ്ട്, മണി എടുത്ത് കൊണ്ടുപോകുമെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം മദർ എന്ന് എഴുതി. അങ്ങനെ മദർ എഴുതിയതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരെഴുതിയേ. അങ്ങനെ നന്ദിനി പതിയെ നല്ല രസത്തോടു കൂടി സൂര്യയുടെ പേര് എഴുതണം. എന്നിട്ട് സൂര്യ സാർ എന്ന് എഴുതണം കേട്ടോ. അപ്പോൾ അത് കാണുന്നതിനോടുകൂടി ഇവിടെ നോക്കട്ടെ. അപ്പോൾ സൂര്യ സാർ അടിപൊളി. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത്
ഇങ്ങനെയല്ല എഴുതുക, സൂര്യ സാർ എന്ന് എഴുതുമ്പോൾ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഓ ആയിക്കോട്ടെ, എന്നിട്ട് അടുത്തത് എഴുതാൻ പറയാണ്ട് കേട്ടോ. അങ്ങനെ നന്ദിനി ഓരോ ചെറിയ വാക്കുകൾ ഇങ്ങനെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ സൂര്യക്ക് ഒരുപാട് സന്തോഷമാണ്. അതിനിടയ്ക്ക് നന്ദിനി പറയണേ, ഈ ടാപ്പിന് എന്തോ ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോഴേക്കും സൂര്യ വീണ്ടും അടിക്കണം, ഒന്ന് നിർത്തുന്നുണ്ടോ. അങ്ങനെ പിന്നീട് ഇവർ ഉറങ്ങുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. നന്ദിനി മുഖത്ത് പുസ്തകം വെച്ചിട്ട് ഉറങ്ങുന്ന ഒരു രംഗമാണ്. അപ്പോഴേക്കും സൂര്യ ഉറക്കത്തിൽ നിന്ന് കുടഞ്ഞെണീക്കുകയാണ്. അതായത് ഒരു 2 മണി 3 മണി സമയത്താണ്. അപ്പോൾ നന്ദിനി നീറ്റെ. അപ്പോൾ നന്ദിനി പറയണേ, സ്ലേറ്റും പെൻസിലൊക്കെ എവിടെയാണാവോ. സ്ലേറ്റും പെൻസിലൊന്നും വേണ്ട, നീ കമ്പനിയിലെ മീറ്റിങ്ങിന് നീ പറയേണ്ട ആ ഒരു 4-5 വേഡ്സുകളൊന്ന് പറഞ്ഞ്. അങ്ങനെ നന്ദിനി അത് പറയുന്നുണ്ട്. ഓ വെരി ഗുഡ്, അടിപൊളിയായി നീ ഇംഗ്ലീഷ് സംസാരിച്ചു, ഹലോ എവരി വൺ എന്ന് പറഞ്ഞ് നീ തുടങ്ങിയല്ലോ, അത് മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പറയുന്നു കേട്ടോ. പിന്നീട് ഈ എൻ്റെ മോള് പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഉറങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വേദ പുറത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ ചേച്ചി, എന്താ ചേച്ചി വരാത്ത, ഒന്നിങ്ങ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ എന്താടി ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എങ്ങനെയുണ്ട്, അടിപൊളിയാണല്ലോ, ഇത് അടിപൊളി, ഞാനും എൻ്റെ ചേച്ചി ഒരുമിച്ച് നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് എത്ര നാളായിരിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിജയും അതുപോലെ പത്മയും ഈ പറയുന്ന യതീന്ദ്രനൊക്കെ എത്തണം കേട്ടോ. അങ്ങനെ അല്ല, ഇന്ന് ഇങ്ങോട്ടേക്കാണ്. അപ്പം നിങ്ങൾ മറന്നു, കമ്പനിയിലെ പൂജയുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മറന്നു. ഓ കമ്പനിയിലെ പൂജ, അത് ഞാൻ മറന്നു. ഇന്ന് അത് മാത്രമല്ല, എൻ്റെ മകൻ എന്നെ വെല്ലുവിളിച്ച ദിവസമാണ്. അവൻ്റെ ഭാര്യ നന്ദിനി എന്ന് പറയുന്നവൾ ഇംഗ്ലീഷ് സംസാരിക്കുത്രേ. ആ വീട്ടുവേലക്കാരിക്ക് എന്ത് സംസാരിക്കാൻ അറിയാം, അവളെ കൊണ്ടൊന്നും കൂട്ടാൻ പറ്റത്തില്ല. എൻ്റെ പത്മ, ഇനി എല്ലാവരും ഇങ്ങനെ പുച്ഛിക്കല്ലേ, എല്ലാവരും ചെറുതായി കാണല്ലേ, അത് നിനക്ക് ദോഷം ചെയ്യും, അത് നീ മനസ്സിലാക്കുക. അത് കേട്ട ഉടനെ എനിക്ക് ദോഷം ചെയ്യാല്ലേ, നിങ്ങൾ എന്തോന്നാണ് പറയുന്നത്, കുപ്പയിൽ കിടക്കുന്നവർ എന്നും കുപ്പയിൽ തന്നെ, അവർക്ക് ഒരിക്കലും അവിടെ നിന്ന് എണീക്കാൻ പറ്റത്തില്ല. യതീന്ദ്രൻ പറയാണ്, കുപ്പയിൽ കിടക്കുന്നവർ എന്ന് കുപ്പയിൽ എന്ന് നീ പറയരുത്. ഇന്ന് കുപ്പയിൽ കിടന്ന പല വ്യക്തികളും ഇന്ന് വലിയ ഉയർന്ന സ്ഥാനത്തോട്ട് എത്തിയിട്ടുണ്ട്, അതും കൂടി നീ മനസ്സിലാക്കണം. അതുപോലെയാണ് ആ തെങ്ങ്, നമ്മുടെ തോട്ടത്തിൽ പണിയെടുത്തായിരിക്കുന്ന ആ സുദേവൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാൻ കേട്ടോ. ഇത് കേൾക്കുന്ന നന്ദിനി അങ്ങനെ പറയില്ല എന്നുള്ള ഒരു വിശ്വാസമാണ്. എന്നാൽ ഈ സമയം പത്മയോട് ഇവിടെ ഇന്ദ്രജ പറയണം, അമ്മയെ പറയും പോലെ ഒന്നല്ല കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നത്, അമ്മ വിചാരിക്കും പോലെ ഒന്നല്ല, നീ ഒന്നും മിണ്ടാതെ പോയേ, അവളെ കൊണ്ട് ഇംഗ്ലീഷ് പറയാൻ കഴിയുമെന്നോ, എന്താ നിനക്ക്, ഇല്ല അവളെ കൊണ്ട് കഴിയില്ല എന്ന് പറയട്ടോ. അങ്ങനെ അവർ കമ്പനിയിലോട്ട് ഇറങ്ങുകയാണ്. ഇതേ സമയം സൂര്യ നന്ദിനിയോട് വന്നിട്ട് പറയാണ്, ഇന്നിപ്പോൾ പൂജയുടെ ആ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ പൂജയ്ക്ക് പറയേണ്ട ആളുകളെ എങ്ങനെ സ്വീകരിക്കാമെന്നും ആളുകളോട് എന്ത് സംസാരിക്കണമെന്നും എന്നൊക്കെ നീ ഒന്ന് പറഞ്ഞ്. അത് കേൾക്കുന്ന നന്ദിനി, സാർ ഞാൻ പറയണോ, ഓ പറയ്, ഹലോ എവരി വൺ എന്ന് പറഞ്ഞിട്ട് പറച്ചിൽ തുടങ്ങി കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതും അങ്ങ് പറയണേ. അത് കേൾക്കുന്ന സൂര്യ, അയ്യോ എൻ്റെ ചെല്ലം, എൻ്റെ മുത്ത് ഇംഗ്ലീഷ് പഠിച്ചു, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇംഗ്ലീഷ് പഠിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചില വാക്കുകളൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ എന്താ നന്ദിനി പറഞ്ഞ് യൂസ് എന്നോ. അപ്പോൾ നന്ദിനി ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഇംഗ്ലീഷ് പറയുന്നൂലേ. സമാധാനമായി, ഇന്ന് എൻ്റെ അമ്മ എന്ന് പറയുന്നവരുടെ മുന്നിൽ എനിക്ക് വിജയിച്ച് കാണിക്കണം, നിന്നെ വെല്ലുവിളിച്ച, നിന്നെക്കൊണ്ട് ഒന്നിനും കഴിയാത്തവൾ എന്ന് പറഞ്ഞ നിന്നെ എൻ്റെ അമ്മ എല്ലാവർക്കും മുന്നിൽ നാണം കെടുന്ന ആ ഒരു സീന് കാണിക്കണം. അത് കേൾക്കുന്ന നന്ദിനിയുടെ മനസ്സുടയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി ചോദിക്കാനും, അല്ലാതെ നിങ്ങളെന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടല്ലേ, നിങ്ങളുടെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ, അത്രയും ആളുകളുടെ മുന്നിൽ നിങ്ങളുടെ അമ്മയെ തോൽപ്പിക്കാനാണല്ലേ നിങ്ങൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച സൂര്യ സാർ. അയ്യോ അങ്ങനെയൊന്നുമില്ല, നീ ഇംഗ്ലീഷ് സംസാരിക്കണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ അമ്മ വെല്ലുവിളിച്ചപ്പോൾ കൂടുതൽ ആഗ്രഹം എന്നിലുണ്ടായി. എന്തായാലും നന്ദിനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്തായാലും ചെന്നിട്ട് നിൻ്റെ താനൂരമ്മയുടെ അടുത്ത് ചെന്നിട്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ നല്ല കാര്യത്തിനും പോകുമ്പോൾ നീ താനൂരമ്മയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുമല്ലോ, അതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചേ. അങ്ങനെ നന്ദിനി പ്രാർത്ഥിക്കാൻ കേട്ടോ. പ്രാർത്ഥിക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൻ്റെ ഭാര്യ എല്ലാവർക്കും മുന്നിൽ ഇന്ന് ഇംഗ്ലീഷ് പറയുമെന്ന പ്രതീക്ഷയോടുകൂടി പോവാണ് കേട്ടോ. ഇനിയാണ് രസം, ഉമയമ്മ ദേവിയൊക്കെ അവിടെ എത്തുന്നുണ്ട് കേട്ടോ.